3-4 ദിവസമായിട്ട് പരിപ്പ് വട കഴിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം. അപ്പോൾ എന്തായാലും പരിപ്പിരിക്കണുണ്ടായിരുന്നു, വടപ്പരിപ്പാണ്. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒന്ന് കുതിർത്തി വെച്ചതായിരുന്നു. ഇനി അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക, പിന്നെ നമുക്ക് പരിപ്പ് വട ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ ഉമ്മ അത് അമ്മീമ്മ വെച്ചിട്ടാണ് കേട്ടോ അരച്ചെടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് മിക്സിയിലോ ഗ്രൈൻഡറിലോ എന്തിൽ വേണമെങ്കിലും ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാമല്ലോ. ഇനി എനിക്ക് സബോളാണ് ഇട്ട് കൊടുക്കുന്നത്. ഉമ്മ ചെറുപ്പത്തിൽ ഇട്ടിരുന്നത് ചെറുള്ളിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ആ സബോളയാണ്, നമുക്കൊക്കെ എളുപ്പമാണല്ലോ. പിന്നെ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പിൻ്റെ ഇല, ഉപ്പ്, പിന്നെ 2 മണി പെരിഞ്ചീരകം, നമ്മൾ വലിയ ജീരകം ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി കയ്യിൽ വെച്ചിട്ട് പരത്തുക. അപ്പോൾ ഇതാ എണ്ണ ചൂടാക്കുക. ഓയിലാണ് കേട്ടോ, എനിക്ക് വെളിച്ചെണ്ണയും ഇഷ്ടം ഇങ്ങനത്തൊക്കെ കഴിക്കാൻ ഓയിലാണ്. അപ്പോൾ അത് ഞാൻ ഓയിലാണ് പൊരിച്ചെടുക്കുന്നത്. എനിക്ക് വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവർക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കാമല്ലോ. ഇനി അടുത്ത ഷോർട്സ് മുതൽ ഞാൻ വിചാരിക്കുന്നത് 10 തരം ചമ്മന്തികൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, 2 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചമ്മന്തികൾ അങ്ങനെ ഷോർട്സ് ആക്കിയിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. അതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറികളുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഷോർട്സ് ആക്കിയിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. 10 വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഉപകാരത്തിൽ വിടും. നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ ഒരു കറികൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അറിയാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റാവുന്ന വീഡിയോസാണ് ഞാൻ ഇടാൻ പോകുന്നത് ഷോർട്സ് ആയിട്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ അത് അങ്ങനെ നമ്മുടെ പരിപ്പ് വടയും ചായയും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ വീട്ടിലുള്ളവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ചായ കുടിക്കണതിൻ്റെ ഒരു സുഖം അത് വേറെ ഒന്ന് തന്നെയാണ് അല്ലേ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് കേട്ടോ ചായ കുടിക്കുക.